നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.കെ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യനായ നേതാവാണ്. UDFിൽ രമേശ് ചെന്നിത്തല പോലും കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷമേ വരൂ എന്ന സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ സത്യപ്രതിജ്ഞ ചെയ്തത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് എന്നോർക്കുക. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്തത്. മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ടയുമാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യനായ നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ജനപ്രതിനിധിയായിട്ടുള്ള മലപ്പുറം നിയോജക മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഉരുക്ക് കോട്ടയുമാണ്. ഈ രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മലപ്പുറം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഒരു സ്വീകരണമൊരുക്കാൻ മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വീകരണ പരിപാടിക്കുള്ള സ്വാഗത സംഘം തിരഞ്ഞെടുക്കാൻ ഒരു യോഗം കൂടിയിരുന്നു. ആ യോഗത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നത്. കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള മന്ത്രിയാണ്. വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അദ്ദേഹം ഏറെ നാൾ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട മറ്റ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ സജീവമായപ്പോൾ മോദിക്കെതിരെ എന്തോ വലിയ യുദ്ധം നയിക്കാൻ എന്ന രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അയച്ചത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം തരക്കേടില്ലാത്ത പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കൊണ്ടുവന്നു. 2021 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും എന്നാണ് എല്ലാവരും കരുതിയത്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ മറ്റു പലരും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും അന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അതായത് 5 വർഷം LDF, 5 വർഷം UDF, അങ്ങനെയൊരു രാഷ്ട്രീയ പാരമ്പര്യമാണല്ലോ കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വിധിയുണ്ടാകുമെന്നാണ് അന്ന് UDFിൻ്റെ നേതാക്കന്മാരെല്ലാം വിചാരിച്ചത്. പക്ഷേ UDFിനെയും കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നേടുകയായിരുന്നു. ചരിത്രത്തിലാദ്യമായി 2016 അതുപോലെ തന്നെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് CPM വലിയ ഒരു സ്റ്റാറായി മാറി. അതിൽ പിണറായി വിജയൻ്റെ പങ്ക് വളരെ വലുതാണ് എന്ന് പിന്നീട് വിലയിരുത്താൻ തുടങ്ങി. അതിനുശേഷമാണ് കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് മന്ത്രിയൊക്കെ ആകാം എന്ന ഒരു കുഞ്ഞാലിക്കുട്ടിയുടെ മോഹം അടുത്ത ഒരു 5 വർഷത്തേക്ക് കൂടി നീട്ടേണ്ടി വന്നത്. ഇപ്പോഴും മുസ്ലിം ലീഗിന് വലിയ ആശങ്കയായിരുന്നു കോൺഗ്രസ്സുകാർ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരുമോ എന്ന്. എന്തായാലും ഈ മുസ്ലിം ലീഗും കോൺഗ്രസും അതുപോലെ തന്നെ UDFും ഒക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വിജയം കിട്ടി. 100-ലധികം സീറ്റുകളിൽ വിജയം നേടിയാണ് UDF അധികാരത്തിൽ വന്നിരിക്കുന്നത്. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. സത്യത്തിൽ പ്രതിപക്ഷമല്ല, പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ CPMോ DYFIയോ SFIയോ അല്ല ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്നത്. അവരും വിമർശനങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും കാര്യമാത്ര പ്രസക്തമായ വിമർശനങ്ങൾ നടത്തുന്നത് KSUവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് അവാന്തര വിഭാഗങ്ങളുമൊക്കെയാണ്. VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് KSU അടക്കമുള്ള സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ. അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മലപ്പുറം മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കിട്ടുന്നില്ല. മണ്ഡലത്തിൻ്റെ ഒരു പരിപാടികളിലും മന്ത്രി എത്തുന്നില്ല. മന്ത്രി ഇപ്പോൾ മണ്ഡലത്തെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് പോയി കാണാമെന്ന് വെച്ചാൽ അതിനും സാധ്യമല്ല. കുഞ്ഞാലിക്കുട്ടിക്ക് തിരക്കാണ്. കുഞ്ഞാലിക്കുട്ടിയെ കാണണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ചുറ്റും നിൽക്കുന്ന ഇടനിലക്കാരെ കാണണം. അവർ സംതൃപ്തി അടയണം. അതിനുശേഷം മാത്രമേ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കഴിയൂ. കുഞ്ഞാലിക്കുട്ടിയെ ജയിപ്പിച്ചത് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ്. സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരും മണ്ഡലം കമ്മിറ്റിയിലെ നേതാക്കന്മാരും എല്ലാമാണ് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം ഉറപ്പാക്കിയത്. മലപ്പുറം സേഫ് മണ്ഡലമാണ്, ഉരുക്ക് കോട്ടയാണ്, മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും എവിടെയും LDFിന് ജയിക്കാം. അത്തരത്തിൽ പല വളരെ പ്രധാനപ്പെട്ട വിജയങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. മത്സരം അത്ര എളുപ്പമൊന്നുമല്ല.
കടുത്ത മത്സരമാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മലപ്പുറം അതിൽ നിന്നും വ്യത്യസ്തമല്ല. അവിടുത്തെ UDF പ്രവർത്തകർ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ചോര നീരാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ് അവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് ജയിക്കാൻ സാധിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി പ്രവർത്തകരെ മറക്കുന്നു എന്നാണ് ഇപ്പോൾ മലപ്പുറം മണ്ഡലം കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രിക്കെതിരെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാലിക്കുട്ടി വേങ്ങര മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ മലപ്പുറം മണ്ഡലത്തിലേക്ക് വന്നത്. മലപ്പുറം മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടുവരേണ്ടതില്ല, നേരത്തെയുള്ള MLA മതിയായിരുന്നു എന്ന അഭിപ്രായമാണ് ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസിനുള്ളത്. എന്തായാലും മുസ്ലിം ലീഗും കോൺഗ്രസും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാദേശിക ഘടകം, ഒരു മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അതും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. മന്ത്രിയായതിനു ശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ തിരക്ക് ഇത്രമാത്രം എന്താണ്? സ്വന്തം മണ്ഡലത്തെ പോലും അവഗണിക്കാനുള്ള കാരണം എന്താണ്? സാധാരണ രീതിയിൽ പ്രവർത്തകരെയാണ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിക്കാരെയാണ് ആദ്യം കാണേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും കുഞ്ഞാലിക്കുട്ടി പരിഗണിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മേൽഘടകങ്ങൾ മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായത്തോട് യോജിക്കുമോ എന്നറിയില്ല. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രി VD സതീശന് വേണ്ടി ഘോരഘോരം വാദിച്ച ഘടകകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗായിരുന്നു. കാരണം KC വേണുഗോപാലിനായിരുന്നു ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ. സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. ഇത് രണ്ടും മറികടന്നുകൊണ്ട് VD സതീശൻ എത്തണമെങ്കിൽ മറ്റു ചില സമ്മർദ്ദ തന്ത്രങ്ങൾ ആവശ്യമാണ്. ആ സമ്മർദ്ദ തന്ത്രങ്ങൾ എന്ത് എന്ന് കാലേ കൂട്ടി മനസ്സിലാക്കിയ VD സതീശൻ ഈ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ നേരത്തെ തന്നെ ഉറപ്പിച്ചു. MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കുന്നതിലും ഭേദം മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉറപ്പിക്കുന്നതാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞു. ആ ഒരു അടവാണ്, അല്ലെങ്കിൽ ആ ഒരു നീക്കമാണ് ഫലിച്ചത്. അങ്ങനെയാണ് KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും മാറ്റി നിർത്തിക്കൊണ്ട് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കും UDF-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിനുമെല്ലാം മുസ്ലിം ലീഗ് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരെ എന്തു ചെയ്തും പ്രീണിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഒരുക്കമാണ്. ഈ സാഹചര്യത്തിൽ മലപ്പുറം മണ്ഡലം കമ്മിറ്റി രേഖപ്പെടുത്തിയ വിയോജിപ്പ് മുസ്ലിം ലീഗിനെ സംസ്ഥാന നേതൃത്വം അറിയിക്കുമോ? പ്രവർത്തകരുടെ ആശങ്ക അതാണ്.